മായം മാദീനിട കുണ്ടായാടും നാറുത്തിട്ടേ മാതായ ഊക്കുബിൽ പൊരിച്ച് വേഗം കൊടുത്തിട്ടേ കൊടുത്തേ ദുആ കേൾക്കാൻ ഭാവനോട് പറയണം കൂശാതെ ദേഹമ്മി ആട്ടിഞ്ചിൽതാൽ പൊതിയേണം. ഐസ് വേട്ടയ്ക്ക് പോയ സമയം തക്കം നോക്കിക്കൊണ്ട് ഉമ്മ യാക്കൂബിനെ വിളിച്ചു പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യണം. വാപ്പ ഐസിനോട് കാട്ടിൽ വേട്ടയ്ക്ക് പോയി മാനിറച്ച് കൊണ്ടുവന്ന് നബുവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഐഡിയ ഒപ്പിച്ചു തരാം. നീ ഒരു കാര്യം ചെയ്യണം, വേഗം നമ്മുടെ കൂടെ ഈ വീട്ടിലുള്ളതായിരിക്കുന്ന ആട്ടിൻകുട്ടിയെ അറുത്ത് തന്നാൽ ഞാൻ അതിൻ്റെ മാംസമൊക്കെ പാകം ചെയ്തതെന്ന് വാപ്പാൻ്റെ അടുക്കൽ കൊണ്ടുചെന്നാൽ നിനക്ക് ആ പദവി തട്ടിയെടുക്കാം, അഥവാ നിനക്ക് നബിയാകാൻ വേണ്ടി ദുആ ചെയ്യുമെന്ന് മാതാവ് പറഞ്ഞു കൊടുത്ത ഐഡിയ പ്രകാരം അതാ ആട്ടിൻകുട്ടിയെ അറുക്കുകയും ആട്ടിൻകുട്ടിയൊക്കെ ഉമ്മ പാകം ചെയ്ത ഒരു തളികയിലാക്കി വാപ്പാൻ്റെ അടുക്കലേക്ക് അതാ യാക്കൂബ് മെല്ലെ ചെല്ലുകയാണ്. പക്ഷേ ഉമ്മ ഒരു കാര്യം കൂടി പറയാൻ മറക്കാതിരുന്നില്ല. എന്താണത് മോനെ? ഒരു കാര്യം ചെയ്യണം. നീ ഒരുപക്ഷെ ഐസ് ശരീരത്തിൽ രോമമുള്ള ആളാണ്. അതുകൊണ്ട് വാപ്പ ഐസിനെയെങ്ങാനും കൂട്ടിപ്പിടിച്ചാൽ ഒരുപക്ഷെ അറിയും. അതുകൊണ്ട് നീ ആടിൻ്റെ തോല് ദേഹത്തിൽ പുതച്ചുകൊണ്ടായിരിക്കണം വാപ്പയുടെ അടുക്കിലേക്ക് പോകേണ്ടത്. കണ്ണിന് കാഴ്ചയായ ഇസാഖ് നബി അലൈഹി ഇസ്ലാമിന് ഒരുപക്ഷെ തിരിച്ചറിയാതെ പോകും. അതുകൊണ്ട് നീ അതും കൂടി ചെയ്യണമെന്ന് മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇടരാതെ മാതാ നബിൻ്റെ വേഷം ധരിത്തിട്ട് ഇമ്പർ നബിയുന്ന മുമ്പിൽ മാംസങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഉമ്മ പറഞ്ഞു കൊടുത്ത ഐഡിയയുമായി അത് ആടിൻ്റെ ഇറച്ചി ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം ഒരു തളികയിലാക്കി വാപ്പയായ ഇസാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് അതാ യാക്കൂബ് ചെല്ലുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.